നമസ്കാരം ഡിജിറ്റൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂരജ്. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ സാധാരണ ലോഗിൻ ഫോം അല്ല, ഡൈനാമിക് ആയിട്ട് ഡേറ്റാബേസ് ഓറിയന്റഡ് ആണ്. കൂടാതെ നമ്മൾ സെഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് സാധാരണയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം പ്രൊഫൈലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ഡേറ്റയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് സാധ്യമാവുന്ന സെഷനിലൂടെയാണ്. അപ്പോൾ PHP ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടാതെ ലോഗിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഞാൻ എൻ്റെ PHP MyAdmin ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തിനെന്നാൽ നമുക്ക് ഡേറ്റാബേസ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്വറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ക്വറി ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് ഈസി വേ ഈസ് യൂസിങ് PHP MyAdmin. അതുകൊണ്ട് ഞാൻ PHP MyAdmin ഇവിടെ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ലെങ്കിൽ എൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ ഉണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ PHP MyAdmin എത്തി. ഞാൻ ഓൾറെഡി ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പുതിയ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യാം, പുതിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഡേറ്റാബേസ്. ഇനി നമുക്ക് യൂസേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ അത്യാവശ്യമാണ്. സോ എനിക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. ടേബിളിന് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തു. എത്ര കോളം വേണം? ഞാൻ 3 കോളമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ 3 കോളം കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യും? ഗോ അമർത്തും. ഇപ്പോൾ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ടേബിൾ നെയിം യൂസർ. ഇനി എന്തൊക്കെ ഫീൽഡ് വേണമെന്ന് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ആദ്യമായി എനിക്ക് വേണ്ട ഫീൽഡാണ് ഒരു ഐ ഡി അത്യാവശ്യമാണ്. അതൊരു ഓട്ടോ ഇൻക്രിമെന്റ് ഫീൽഡാണ്. സോ ഞാനിവിടെ എ കൊടുത്തു. അതൊരു പ്രൈമറി ഫീൽഡാണ്. ഗോ. ഓക്കെ, അത് ക്രിയേറ്റ് ആയിരിക്കുന്നു. അടുത്തത് എനിക്ക് വേണ്ടത് നെയിം. ഞാനിവിടെ നെയിം കൊടുത്തു. അടുത്തതായി അത് ഒരു വാർക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ വാർക്കാർ കൊടുത്തു. ഇനി എത്ര വാല്യൂ ലെങ്ത് നമുക്ക് കൊടുക്കണം. സോ ഞാനിവിടെ 255 കൊടുത്തു. ഇവിടെ ഞാൻ കൊടുക്കാൻ മറന്നുപോയി. ഇവിടെ ഞാൻ 25 കൊടുത്തു. നിങ്ങൾക്ക് ഈ വാർക്കാർ ലെങ്ത്തിനെ കുറിച്ച് മുതലായ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ നോക്കാവുന്നതാണ്. PHP MyAdmin കാണും. അല്ലെങ്കിൽ സാധാരണ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എത്ര സൈസ് വരെ ആവാം. നമ്മൾ ID ചെറിയൊരു ഇൻഡിജറാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ 25 കൊടുത്തു. നിങ്ങൾ നെയിം വലിയ നെയിമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 255 കൊടുക്കാം. ഇപ്പോൾ കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഓക്കെ, അപ്പോൾ 255 കൊടുത്തു. അത് പ്രൈമറി ഓർ ഓട്ടോ ഇൻക്രിമെന്റ് ഫീൽഡ് അല്ല. സോ ഞാൻ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. അടുത്ത എനിക്ക് ഇവിടെ കൊടുക്കേണ്ടത് ID നെയിം കൊടുത്തു. ഇനി പാസ്വേഡ് കൊടുക്കണം. സോ ഞാൻ പാസ്വേഡ് ഉപയോഗിക്കുന്നു. ഇവിടെ ഇത് ഞാൻ വാർക്കാറാണ് ഉപയോഗിക്കുന്നത്. 255. ഇപ്പോൾ നമ്മുടെ ഡേറ്റാബേസിൻ്റെ ടേബിൾ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ താഴെ പോയി കൊടുക്കാവുന്നതാണ്. സേവ് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ് യൂസർ. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം യൂസ് ചെയ്തിട്ട് ഡൈനാമിക് ആയിട്ട് PHPയിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഞാനൊന്നും കാണിക്കുന്നില്ല. ഈസി വേ ഇൻസേർട്ട്. ID ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. നെയിം സൂരജ് കൊടുത്തു. പാസ്വേഡ് പാസ്. ഓക്കെ, അപ്പം നമ്മൾ 3 കൊടുത്തു. ഇനി നിങ്ങൾക്ക് അടുത്ത വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അത് കാണിക്കുന്നില്ല. സോ ഞാനിവിടെ എല്ലാം ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഗോ കൊടുത്തു. ഇൻസേർട്ട് ആയിരിക്കുന്നതാണ്. ഞാൻ ബ്രൗസ് എടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കാണാം ID 1 നെയിം സൂരജ് പാസ്വേഡ് പാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഘട്ടം അവിടെ ഫിനിഷ് ആയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കോഡ് എഡിറ്ററിലോട്ട് പോകാം. ഡീറ്റെയിൽ കോഡിങ് നമുക്ക് അവിടെ കാണാം. സോ ഇതാണ് നമ്മുടെ കോഡ് എഡിറ്റർ. ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ. നിങ്ങൾക്ക് ഡ്രൈവിൽ എവിടെ വേണമെങ്കിലും ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഫോൾഡർ നെയിം കൊടുക്കാം. അതിനുശേഷം ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി connect.php, core.php, index.php, session.php. നിങ്ങൾക്ക് ഫയലുകൾ പല രീതിയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവസാനം PHPയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് PHPയിൽ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ആൾക്കാർക്ക് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നതാണ്. സോ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫയൽ തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ connect.phpയിൽ എന്ത് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ connect.phpയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് $con. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ ചുമ്മാ CON എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുത്തു. കൺ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ SQLi_connect ഇതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അതിനുശേഷം ഇത് 4 ആർഗ്യുമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഫസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, നിങ്ങളുടെ ഹോസ്റ്റിന്റെ പേര് സാധാരണ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം, ദാറ്റ് ഈസ് റൂട്ട്, നിങ്ങൾക്കത് മാറ്റി കൊടുക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ, പക്ഷേ ഡീഫോൾട്ടായിട്ട് റൂട്ട് ആയിരിക്കും. പാസ്വേഡ് സാധാരണ ഡേറ്റാബേസിൽ കാണത്തില്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ളത് കാണില്ല. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഡേറ്റാബേസിന് വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പാസ്വേഡ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അടുത്തായി നിങ്ങളുടെ ഡേറ്റാബേസിൻ്റെ പേര്, യൂസേഴ്സ്. ഇപ്പോൾ നിങ്ങൾ MySQL ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഫിനിഷ് ആയിരിക്കുന്നു, അതിപ്പോൾ എടുക്കില്ല, ഡെപ്രിക്കേറ്റഡ് വെർഷൻ ആയിരിക്കുന്നു. സോ നിങ്ങൾക്ക് MySQLi അല്ലെങ്കിൽ PDO യൂസ് ചെയ്യാം. സോ പുതിയ PHPയിൽ എല്ലാം MySQLi ഓർ PDO നിങ്ങൾക്ക് യൂസ് ചെയ്യാം. MySQL എന്ന് പറഞ്ഞ സംഭവം ഡെപ്രിക്കേറ്റഡ് ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളത് ഡോക്യുമെൻറ്റേഷനോ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള MySQLi അല്ലെങ്കിൽ PDO നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അങ്ങനെ നമ്മുടെ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അടുത്തായി നമ്മൾ നമ്മുടെ index.phpയിൽ എടുത്ത് ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കാം. സോ ആദ്യമായി ചെയ്യുന്നത്, ഞാനൊരു PHP ടാഗ് ഇവിടെ ഓപ്പൺ ആക്കി. എന്നിട്ട് ഞാനിപ്പോൾ എക്കോ ഹായ്, ഞാൻ എൻ്റെ ബ്രൗസറിൽ എൻ്റെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ സാമ്പിളായിട്ട് എക്കോ ഹായ് കൊടുത്തു, ഹായ് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാനിത് ഡിലീറ്റ് ചെയ്തു, സൈഡ് ബാർ ഹൈഡ് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ കണക്ഷൻ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇൻക്ലൂഡ് connect.php, അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, connect.php. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായി ഒരു ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. സോ ഫോം ആക്ഷൻ ഈക്വൽ ടു ഡിഫോൾട്ട് ഫയൽ തന്നെയാണ്. നമ്മൾ സെപ്പറേറ്റ് ഫയലൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ഫയലാണ് നിങ്ങൾ പോസ്റ്റിംഗ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോം ആക്ഷൻ ആ ഫയൽ നെയിം കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ഈ ഫോമിൽ തന്നെയാണ് പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് മെത്തേഡ് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന പോസ്റ്റ് ആണ്. സോ ഞാൻ മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ആ മെത്തേഡ് അങ്ങ് തീർന്നിരിക്കുകയാണ്. ഫോം ആദ്യം തന്നെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ ഫോമിൻ്റെ ഉള്ളിൽ കുറച്ച് ഫീൽഡുകൾ കൊടുക്കണം. സോ നമുക്ക് ആ ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി ഞാൻ കൊടുക്കുന്നത് ഒരു യൂസർ നെയിമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ യൂസർ നെയിം കൊടുത്തു. അതിനുശേഷം അതൊരു ടെക്സ്റ്റ് ഫീൽഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു, സോ നമ്മളുടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു യൂസർ. ഈ നമ്മൾ നെയിം ഉപയോഗിക്കുന്നത് നമുക്ക് PHP പോസ്റ്റ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് PHPക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെയിം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെയിം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. സോ ഞാൻ നെയിം യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്തായി ഞാൻ ചെയ്യുന്നത് ഒരു പാസ്വേഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പാസ്വേഡ് ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു പാസ്. നിങ്ങൾക്കിവിടെ പാസ്വേഡ് ആണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. സോ അതിൻ്റെ പേര് ഞാൻ നെയിം ഈക്വൽ ടു പാസ്വേഡ് എന്ന് പാസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തായി നമുക്ക് വേണ്ടത് ഒരു സബ്മിറ്റ് ബട്ടൺ ആണ്. കാരണം എന്ത് ചെയ്താലും പോസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബട്ടൺ അത്യാവശ്യമാണ്. സോ ഞാനിവിടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ആൻഡ് നെയിം ഈസ് സബ്മിറ്റ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സേവ് ചെയ്യുക, റിലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിൻടാക്സ് എറർ അൺഎക്സ്പെക്റ്റഡ് ഇൻ ലൈൻ 10. അപ്പോൾ ഇവിടെ നമ്മളിവിടെ PHP ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, സേവ് ആൻഡ് റീലോഡ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാണാം, യൂസർ നെയിം പാസ്വേഡ് സബ്മിറ്റ്. സോ നമുക്കിവിടെ ഒരു BR ടാഗ് ഉപയോഗിച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്കൊരു BR ടാഗ് ഇവിടെ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസർ നെയിം കഴിഞ്ഞൊരു BR ടാഗ് ഉപയോഗിക്കാം. സോ BR കൊടുത്തു. ഇനി കൺട്രോൾ അടിച്ചു, റിലോഡ്, ആൻഡ് നമുക്ക് അടുത്തതിൽ കിട്ടി. ഇനി ഒരു BR ടാഗ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. കാരണം ഇത്തിരി കൂടെ സ്പേസിങ് നമുക്കിവിടെ കൊടുക്കുന്നത് നന്നായിരിക്കും. സോ ഞാനിവിടെ അടുത്ത BR ടാഗ് കൊടുത്തു. ഇനി ഈ ടെക്സ്റ്റ് ഫീൽഡ് കഴിഞ്ഞ് നമുക്ക് BR ടാഗ് കൊടുക്കണം. BR ടാഗ് ഉപയോഗിക്കുന്ന ലൈൻ ബൈക്ക് വേണ്ടിയിട്ടാണ്. സോ കൊടുക്കുമ്പോൾ നമുക്ക് യൂസർ നെയിം കിട്ടി, പാസ്വേഡ് കിട്ടി, സബ്മിറ്റ് കിട്ടി. അങ്ങനെ നമ്മുടെ ഫീൽഡുകളെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റൈൽ ചെയ്യാം. പക്ഷെ ഞാൻ ആ ഭാഗത്തിലോട്ടൊന്നും കിടക്കുന്നില്ല, ജസ്റ്റ് ഫങ്ഷനാലിറ്റി മാത്രം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഫോമിൻ്റെ പരിപാടികളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ആക്ച്വലി
കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് PHPക്ക് മനസ്സിലാവണം നമ്മൾ പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാവണം. സോ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ അറിയാം, അതായത് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും PHPക്ക് മനസ്സിലാവണം. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്നത് മനസ്സിലാൻ വേണ്ടി നമുക്ക് ESET കമാൻഡ് ഉപയോഗിക്കാം. if ESET കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അതൊരു പോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്? സോ പോസ്റ്റ് കൊടുത്തു. പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സബ്മിറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പോസ്റ്റ് മെത്തേഡാണ്. സോ നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? സോ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഈ കേർലി ബ്രേസസിനുള്ളിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക്, അതായത് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, യൂസർ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നിങ്ങൾക്ക് എന്ത് വേരിയബിൾ വേണം ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ $_post user. അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫീൽഡ്, അതായത് നെയിം എന്ന് പറഞ്ഞ ഈ യൂസറിലുള്ള എന്താണോ ആ സാധനം ഇവിടെ ഗെറ്റ് ചെയ്യും. ഓക്കെ, ഈ സാധനം ഇതെവിടെ PHPക്ക് ആ വാല്യൂ എടുക്കാവുന്നതാണ്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നു $_post. നമ്മളതിന് യൂസർ എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുണ്ട്. സോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഉള്ള നെയിം എടുക്കുന്നതാണ്. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് പാസ്വേഡ് വേണം. സോ ഞാനത് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, ഇവിടെ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? പാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നെയിം. സോ ഞാനിവിടെ പാസ് കൊടുത്തു. അപ്പോൾ ആ സംഭവങ്ങൾ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് വാല്യൂ എടുക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ എക്കോ കൊടുത്തു, $user_name കൊടുത്തു, കൺട്രോൾ സേവ്, റിലോഡ്, കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ ആയി. ഇനി ഞാനിവിടെ യൂസർ നെയിം കൊടുക്കുകയാണ്, സൂരജ്. സബ്മിറ്റ്. സോ സൂരജ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. അടുത്തായി നമുക്ക് ഒരു ക്യൂറി ആണ് വേണ്ടത്. സോ ഞാൻ എൻ്റെ ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ക്യൂറിയാണ് എടുക്കുന്നത്. അതായത് നെയിമും പാസ്വേഡും നമുക്ക് എടുക്കേണ്ട അത്യാവശ്യമാണ്. സോ അതെങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കമ്പയർ ചെയ്യുമെന്ന് നമുക്ക് തോന്നാം. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയല്ല, നമുക്ക് നമ്മുടെ ഡേറ്റാബേസിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ലോഗിൻ സക്സസ്ഫുൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അടുത്ത് ചെയ്യാവുന്നതാണ്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി നമുക്കൊരു ക്യൂറി ഒരു ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. സോ അടുത്തത് ഞാൻ ഈ എക്കോ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ക്യൂറിയാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ ക്യൂറി എന്ന് പറഞ്ഞു ക്യൂറി കൊടുത്തു. ഇനി അടുത്തത് അങ്ങനെ ഞാനിവിടെ ക്യൂറി കൊടുത്തിരിക്കുന്നതാണ്. എൻ്റെ ക്യൂറി സെലക്ട് ID ഫ്രം യൂസർ വേർ നെയിം ഈക്വൽ ടു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ്. ഇതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ID ഫ്രം യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ നെയിമാണ്. ID എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽഡാണ്. ആ ID വരുന്ന യൂസറിൻ്റെയും വേർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു യൂസർ നെയിം, അതായത് നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം ആണെന്ന് ചെക്ക് ചെയ്യും. ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ്, അതായത് പാസ്വേഡ് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നത് അത് ആ ഉള്ള ഫീൽഡ് വെച്ചിട്ട് ഡേറ്റാബേസിലുള്ള ഫീൽഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഐഡിയ ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ കമ്പയർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ അതിനായി വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു, $result എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. $result എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി MySQLi_query. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഫസ്റ്റ് 2 പാരാമീറ്റർ ആണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കണക്ഷൻ സ്ട്രിങ് കൊടുത്തിരിക്കുന്ന CON എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് connect.php. അടുത്തത് നമ്മുടെ ക്യൂറി, ഞാനിവിടെ ക്യൂറി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യൂറി കൊടുത്തു, ഈ കാര്യം കൊടുത്തു. ഇനി അടുത്തായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഞാനിപ്പം എങ്ങനെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ലോജിക്കായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ സംഭവം നിങ്ങളുടെ ഡേറ്റാബേസിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ആക്ച്വലി MySQL ആണെങ്കിൽ അല്ലെങ്കിൽ PHP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റോ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. 0 റോ അഫക്റ്റഡ് അല്ലെങ്കിൽ 0 റോ എന്താണോ ആ റോ റിട്ടേൺ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുന്നതാണ്. ആക്ച്വലി അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും,
റോസ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല, നിങ്ങൾ കൊടുത്തിരിക്കുന്ന റോസ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഞാനൊരു കണ്ടീഷൻ കൊടുത്തു, ഓക്കെ, ഈ റിസൾട്ട്, അതായത് ഈ റിസൾട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് $query_num. ഞാനൊരു ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, MySQLi_number of rows. ഇത് num_rows. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PHP ഒരു പ്രിഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതൊരു പാരാമീറ്റർ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ $result കൊടുത്തു ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഈ വാല്യൂ, അതായത് എന്തെങ്കിലും റോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റോ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ query_num എന്ന വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ കൊടുക്കാം. if $query if $query_num equal to 0. അതായത് ഒരു ക്യൂറിയും റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതിനകത്തേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ റോസ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നൾ എന്നാണ് അർത്ഥം, അതായത് ഒരു റോയും റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റോയും റിട്ടേൺ ചെയ്തിട്ടില്ലാത്ത ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം, അതായത് എക്കോ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് കോമ്പിനേഷൻ. അതായത് പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം കോമ്പിനേഷൻ തെറ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് LCF വെച്ചിട്ട് നമുക്കിവിടെ LCF വെച്ച് കൊടുക്കും. LCF വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് നമുക്ക് കൊടുക്കാം, എക്കോ സക്സസ് അല്ലെങ്കിൽ ലോഗിൻ സക്സസ് എന്ന് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇത്രയും വരെയുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നടക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, ഇനി ഞാൻ മെസ്സേജ് ചെയ്തു, ഞാൻ റീലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു എറർ കിട്ടിയിരിക്കുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു 30 ലൈനിലാണ്. അത് മിക്കവാറും പാരന്തസിസ് മിസ്സിംഗ് ആണ്. സോ ഞാനിവിടെ ഒരു ക്ലോസിങ് കൊടുത്തു. ഇനി ഞാൻ കൺട്രോളസ് അടിച്ചു, ഞാൻ റീലോഡ് ചെയ്യുന്നു. നമ്മുടെ ഫോം റെഡി ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിമും പാസ്വേഡും സൂരജ് ആണ് കൊടുത്തിരിക്കുന്നത്. പാസ്വേഡ് പാസ് ആണ് കൊടുത്തിരിക്കുന്നത്, സൂരജ് പാസ്. സോ ഞാനിവിടെ കൊടുത്തു സൂരജ് പാസ്. സബ്മിറ്റ് ചെയ്താൽ ലോഗിൻ സക്സസ് എന്നിനി കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നമുക്ക് തെറ്റിച്ച് കൊടുത്തു നോക്കാം, എന്ത് കൊടുക്കും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ DDD കൊടുത്തു, 1 2 3 കൊടുത്തു, സബ്മിറ്റ്. ഓക്കെ, ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്നത് വളരെ കറക്റ്റാണ്. എല്ലാം ഡേറ്റാബേസായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാം, അതായത് സെഷൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ core.php എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, session.php എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് core.php എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നമ്മളോട് തൽക്കാലമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഞാൻ PHP ടാഗ് ഓപ്പൺ ചെയ്തു. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് OB സ്റ്റാർട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് OB സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത്? OB സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് ബഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. OB ഫോൺ ഔട്ട്പുട്ട് ബഫറാണ്. നമുക്ക് പുതിയൊരു സംഭവം ഈ സെഷനിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ OB സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ OB സ്റ്റാർട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് സെഷൻ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ലോഗിൻ ചെയ്ത് വന്നാൽ അയാളുടെ ID വെച്ച് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ID വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരാളുടെ വാല്യൂ നമ്മൾ നമ്മുടെ ബ്രൗസറിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സെഷനിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി OB സ്റ്റാർട്ട് കൊടുത്തു, ഔട്ട്പുട്ട് ബഫർ കൊടുത്തു. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാനിവിടെ സെഷൻ സ്റ്റാർട്ട് കൊടുത്തു. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ലോഗ്ഡിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഫംഗ്ഷൻ. ഓക്കെ, നമ്മളെപ്പോഴും ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റീയൂസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കണ്ടീഷൻ്റെ ഉള്ളിൽ കൊടുക്കാം. ബട്ട് ഏറ്റവും നല്ലത് എപ്പോഴും നമുക്ക് റീയൂസിബിലിറ്റിയാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ PHP മാക്സിമം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്തെടുത്താലും നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വെച്ചാണ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. കാരണം ഇൻഹെറിറ്റൻസ് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് PHP അഡ്വാൻസ്ഡ് ആയിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കാം. ബട്ട് അതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ ഞാൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനി ഞാനിവിടെ ലോഗ്ഡിൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തായി നമുക്ക് അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ഈ സെറ്റ് സെക്ഷൻ യൂസർ ID
ഓക്കെ, അപ്പോൾ ഇത്ര ഇവിടെ കിടക്കട്ടെ. ഞാൻ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇൻഡെക്സിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. സോ ഞാൻ index.php എടുത്തു. ഇനി ഈ എക്കോ ലോഗിൻ സക്സസ് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്ത് ചെയ്യണം? ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയിലോട്ട് എടുക്കണം. സോ ഞാനിവിടെ ഇൻഡെക്സ് എടുത്തു. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ MySQL ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, MySQL_result നമുക്ക് എടുക്കാവുന്നതാണ്. ബട്ട് അത് ഡെപ്രിക്കേറ്റഡ് ആയ ശേഷം നമുക്ക് MySQL എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാനിവിടെ $user_id എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. MySQL_fetch associative. ഓക്കെ, നമ്മളിവിടെ അസോസിയേറ്റീവ് അറിയാണ് എടുക്കുന്നത്. സോ അസോസിയേറ്റീവ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ $result ആണ്. ഓക്കെ, നമ്മളിവിടെ റിസൾട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതിലേക്കാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ റിസൾട്ട് എടുത്തു. ഇനി നമുക്ക് ആ ഫീൽഡ്, നമ്മുടെ ഡേറ്റാബേസിലുള്ള ഫീൽഡ് എന്താണ് എടുക്കേണ്ടത്, അതായത് നമുക്ക് എടുക്കേണ്ടത് ID ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ ഞാൻ നമ്മുടെ ഡേറ്റാബേസിൽ ID കൊടുത്തിട്ടുണ്ട്. പ്രൈമറി, ഞാൻ ആദ്യം പറഞ്ഞ പ്രൈമറി ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ID ആണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിവിടെ ID കൊടുത്തു. ഇനി ആരെങ്കിലും എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്താൽ അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ID നമുക്കിവിടെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും അയാളുടെ പേരും പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് എന്ത് സംഭവിക്കും? അയാളുടെ ID അവിടെ റിട്ടേൺ ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്കോ കൊടുത്തു. ഇനി ഞാൻ കൺട്രോൾ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എൻ്റർ അടിച്ചു. ഇനി ഞാനിവിടെ സൂരജ് കൊടുത്തു, അഡ്മിൻ പാസ് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും 1 ആണ് എൻ്റെ ID. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെ കൊടുക്കുകയാണെങ്കിൽ 2 ആണെങ്കിൽ ഇവിടെ 2 എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടാണ് നമുക്കിവിടെ നമ്മുടെ സെഷനിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. സോ അപ്പോൾ സക്സസ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എക്കോ ഞാനിവിടെ നിർത്തി കളഞ്ഞു. ഇനി നമുക്ക് ഇതൊരു നമുക്കൊരു സെഷനിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതാണ്. സോ ഞാനിവിടെ $section_section $user_id, അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന user_id കൊടുത്തു. user_id = user_id. അപ്പോൾ നമ്മൾ ഈ user_id എന്ന് പറഞ്ഞ ഒരു നെയിം ഇവിടെ ഡിക്ലെയർ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ ഞാൻ അത് കൊടുത്തു. അതിനുശേഷം ഈ user_id എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രിങ്ങിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ID ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ = ഇതിന്റെ വാല്യൂ $user_id എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ ആ സെഷനിലോട്ട് അയാളുടെ ആ ID ആണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയാളുടെ പ്രൊഫൈൽ പേജിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രൊഫൈൽ പേജിലോട്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പ്രൊഫൈൽ പേജ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ session.php. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ PHP റീഡയറക്റ്റ് ചെയ്യും നമ്മുടെ പേജിലെ session.php. ഞാനിവിടെ ഒരു പേജ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് session.php എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്ര സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബ്രൗസർ റീഡയറക്റ്റ് ചെയ്ത് session.php പോകും. ഇനി നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പേജിലായിരിക്കും ഇയാളുടെ കാര്യങ്ങൾ, പ്രൊഫൈലും കാര്യങ്ങളെല്ലാം. നമുക്ക് പ്രൊഫൈൽ മാത്രമല്ല, നമുക്ക് എന്ത് കാര്യങ്ങളും ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. സോ അയാളുടേതായ മാത്രം കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ വേറൊരാളാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അയാളുടെ ആയിട്ടുള്ള സ്റ്റോറേജ് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഹെഡർ ലൊക്കേഷൻ session.php കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ കണ്ട core.phpയിലോട്ട് പോവാം. നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് core.php നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് OB സ്റ്റാർട്ട് കൊടുത്തു, സെഷൻ സ്റ്റാർട്ട് കൊടുത്തു, നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് if set $_session user_id ampersand, നിങ്ങൾക്കത് എന്താണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ സെഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൂടാതെ സെക്ഷൻ എന്താണ് empty അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിട്ടേൺ ട്രൂ ചെയ്യും, അതായത് കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് ചെയ്യും. ഇത് റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മുടെ സെഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ ട്രൂ കൊടുക്കും, അല്ലെങ്കിൽ ഫാൾസ് ചെയ്യും. നിങ്ങൾക്കൂടെ ഏത് രീതി നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കൂടെ കണ്ടീഷൻ കൊടുക്കാവുന്നതാണ്. സോ ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നു. സെഷൻ ഉപയോഗിച്ച് user_id സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. പിന്നെ അത് കൂടാതെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, empty ആണെങ്കിൽ എന്ത് ചെയ്യും? നോട്ട് empty, അതായത് empty അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, സോ റിട്ടേൺ ട്രൂ ചെയ്യും, ഇല്ലെങ്കിൽ ഫാൾസ് ചെയ്യും. ഇനി നമുക്കിത് ഈ കാര്യങ്ങൾ നമുക്കിവിടെ, അപ്പോൾ ഇത്രയാണ് core.php യിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തേക്ക് കടക്കേണ്ടത് session.php ആണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്.
സോ ഞാൻ സെഷൻ ഡോട്ട് പി എച്ച് പി കൊടുത്തു, പി എച്ച് പി ടാഗ് ഓപ്പൺ ചെയ്തു, പി എച്ച് പി. ഓക്കെ, ഇനി ആദ്യം ഞാൻ ചെയ്യേണ്ടത് റിക്വയർ കോർ ഡോട്ട് പി എച്ച് പി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോർ ഡോട്ട് പി എച്ച് പി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ കോർ ഡോട്ട് പി എച്ച് പി അത്യാവശ്യമാണ്. ഞാനിവിടെ കോർ ഡോട്ട് പി എച്ച് പി കൊടുത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കണക്ട് ഡോട്ട് പി എച്ച് പി ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇൻക്ലൂഡ് കണക്ട് ഡോട്ട് പി എച്ച് പി കൊടുത്തു. കണക്ഷൻ സ്ട്രിങ് കൊടുക്കണം. സോ ഞാനിവിടെ കണക്ട് ഡോട്ട് പി എച്ച് പി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ലോഗിൻ ചെയ്താൽ നമുക്ക് കുറച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സോ ഞാൻ അതിവിടെ കൊടുക്കുകയാണ്. ഇഫ് ലോഗ്ഡ് ഇൻ, അത് നമ്മൾ നേരത്തെ ഇവിടെ കോർ ഡോട്ട് പി എച്ച് പിയിൽ നമ്മൾ കോർ ഡോട്ട് പി എച്ച് പിയിൽ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ലോഗ്ഡ് ഇൻ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ റീയൂസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സോ ഞാനിവിടെ ഫംഗ്ഷൻ ലോഗ്ഡ് ഇൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. സോ സെഷൻ ഡോട്ട് പി എച്ച് പി എടുത്തു. ഇനി ഈ ലോഗ്ഡ് ഇൻ ഫംഗ്ഷൻ സക്സസ് ആണെങ്കിൽ എക്കോ യു ആർ ലോഗ്ഡ് ഇൻ, അതായത് നമുക്കൊരു മെസ്സേജ് കിട്ടും നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇൻക്ലൂഡ് ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഫോം അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ പേജിൽ ഫോം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അൺലോഡ് അടിച്ചു, ഞാൻ എൻ്റെ ലോഗിൻ എടുത്തു, ഞാനിവിടെ സൂരജ് കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ യു ആർ ലോഗ്ഡ് ഇൻ വന്നു. ഞാൻ ഇത് റീലോഡ് ചെയ്യുകയാണെങ്കിലും എനിക്കത് തന്നെ കിട്ടും. കാരണം നമ്മൾ ഈ സെക്ഷനിലോട്ട് ഈ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ബാക്ക് അടിച്ചു, ലോഗിൻ കൊടുത്തു. ഇനി ഞാനിവിടെ വേറെ ഏതെങ്കിലും അടിക്കുകയാണെങ്കിൽ 1 2 3 സബ്മിറ്റ് കൊടുത്തു. ഇൻവാലിഡ് യൂസർ നെയിമും പാസ്വേഡ് കിട്ടും. അപ്പോൾ കറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നെങ്കിൽ പാസ്വേഡ് കൊടുത്താൽ യു ആർ ലോഗ്ഡ് ഇൻ, അതായത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ റീലോഡ് കൊടുത്താലും ഞാൻ സെഷൻ ഡോട്ട് പി എച്ച് പി റീലോഡ് ചെയ്താലും എനിക്ക് ആ ലോഗിൻ തന്നെ കിട്ടുന്നതാണ്. അതിനർത്ഥം നമ്മുടെ ആ കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. നമ്മുടെ സെഷനിലോട്ട് ഈ കാര്യങ്ങളുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നതായി കാണാം. റിക്വയർ കോർ ഡോട്ട് പി എച്ച് പി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണക്ട് ഡോട്ട് പി എച്ച് പി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം കറക്റ്റായി യു ആർ ലോഗ്ഡ് ഇൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഞാനിവിടെ ഒന്നും കൂടെ സൂരജ് അടിച്ചു, പാസ്വേഡ് അടിച്ചു, സബ്മിറ്റ് ചെയ്തു. യു ആർ ലോഗ്ഡ് ഇൻ കിട്ടി. ഞാൻ ഇനി ഇൻസ്പെക്ട് എലമെന്റ് എടുത്തിട്ട് ഇവിടെ റിസോഴ്സ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കുക്കീസ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് എടുത്താൽ നമുക്കറിയാം നമ്മുടെ പി എച്ച് പി സെഷൻ ഐ ഡി സ്റ്റോർ ചെയ്തിരിക്കുന്നതായി കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്രൗസറിൽ നമ്മുടെ സെഷൻ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ പി എച്ച് പി സെഷൻ ഐ ഡി ഞാൻ ക്ലോസ് ചെയ്തു. സൈറ്റ് ഹാസ് നോ കുക്കീസ്. ഇനി ഞാനിവിടെ റിലോഡ് ചെയ്യണമെന്ന് സംഭവിക്കും. കണ്ടോ, ഇനി നമ്മൾ നേരത്തെ കൊടുത്ത പോലെ സെക്ഷൻ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇൻക്ലൂഡ് ലോഗിൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനർത്ഥം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സെക്ഷൻ തീർന്നു, നമ്മളവിടെ ആ സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാനിവിടെ സൂരജ് കൊടുത്തിട്ട് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, സെഷൻ ഇവിടെ മാറി നമ്മൾ സെഷനിലേക്ക് ലോഗിൻ ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പി എച്ച് പി ഉപയോഗിച്ചിട്ട് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോഗിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. ഇനി നിങ്ങളുടേതായ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്കിപ്പോൾ സെക്ഷൻ ഇത്ര ടൈം കഴിഞ്ഞ് എക്സ്പയർ ആവും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.